കടലാമകൾ വ്യാപകമായി ചത്തടിയുന്നു. കയ്പമംഗലം കമ്പനിക്കടവ് ബീച്ചിൽ 2 മാസത്തിനിടെ ചത്തടിഞ്ഞത് 10ഓളം കടലാമകൾ. മനുഷ്യരുടെ ഇടപെടലുകളും കാലാവസ്ഥാ വ്യതിയാനവും കടലാമകൾക്ക് വിനയാകുന്നു. വേനൽ കഠിനമായതോടെ വന്യമൃഗങ്ങൾ വെള്ളം തേടി ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങുന്നു. വന്യമൃഗങ്ങൾ കാടിറങ്ങുന്നത് തടയാൻ ഉൾവനത്തിൽ കുളങ്ങൾ നിർമ്മിക്കണമെന്ന് ആവശ്യം. പെരിഞ്ഞനം ബീച്ചിൽ രൂക്ഷമായ കടലേറ്റം. കടൽ ഭിത്തിയും കടന്ന് കടൽ വെള്ളം കരയിലേക്ക് ഇരച്ചുകയറി. പ്രദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. കേരള കലാമണ്ഡലം ഭരണസമിതിയിൽ നിന്ന് വള്ളത്തോളിന്റെ കുടുംബാംഗം പുറത്ത്. വള്ളത്തോൾ കുടുംബാംഗത്തെ ഭരണസമിതിയിൽ നിന്ന് ഒഴിവാക്കുന്നത് ആദ്യമായി. ഭരണസമിതിയിൽ വള്ളത്തോളിന്റെ ബന്ധുക്കളെ നിയമിക്കണമെന്ന് നിബന്ധനയില്ലെന്ന് കലാമണ്ഡലം രജിസ്ട്രാർ. നമസ്കാരം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. കയ്പമംഗലം കമ്പനിക്കടവ് ബീച്ചിൽ കടലാമകൾ വ്യാപകമായി ചത്തടിയുന്നു. മനുഷ്യരുടെ ഇടപെടലുകളും കാലാവസ്ഥാ വ്യതിയാനവുമാണ് വംശനാശ ഭീഷണി നേരിടുന്ന കടലാമകൾക്ക് വിനയാകുന്നത്. കഴിഞ്ഞ 2 മാസത്തിനിടെ 10ഓളം കടലാമകളാണ് ഇവിടെ ചത്ത് കരക്കടിഞ്ഞത്. നവംബർ മുതൽ ഫെബ്രുവരി മാർച്ച് വരെ ഇവയുടെ പ്രജനനകാലമാണ്. മുട്ടയിടാനായി മാത്രം കരയിലേക്ക് വരുന്ന ജീവിയാണ് കടലാമ. ഇതിനായി രാത്രികാലങ്ങളിൽ സുരക്ഷിതമായ ഇടം തേടി കരയോട് ചേർന്ന് സഞ്ചരിക്കുന്ന കടലാമകൾ അപകടത്തിൽപ്പെട്ടാണ് പലപ്പോഴും ചത്തടിയുന്നത്. ബോട്ടുകളുടെയും വള്ളങ്ങളുടെയും മറ്റും യന്ത്രഭാഗങ്ങൾ തട്ടി പരിക്കേൽക്കുന്ന കടലാമകൾ ദിവസങ്ങൾക്കകം ചത്ത് കരക്കടിയുകയാണ്. കടലിലെ അശാസ്ത്രീയ മീൻപിടുത്തവും പലപ്പോഴും വിനയാകുന്നുണ്ടെന്ന് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു. നമ്മുടെ ഈ നശിപ്പ് ഇതിൻ്റെ ഇടയിൽ പെട്ടിട്ടാണ്. ഈ ടാങ്കീസിൻ്റെ ഉള്ളിലും ഇതിനുള്ളിലൊക്കെ പെട്ടിരിക്കുന്നത്. കാരണം 1-2 മാസമായിട്ട് ഈ കണ്ടമാന ആമ ഇവിടെ ചത്തടിയുണ്ട്. ഞങ്ങൾ ഈ രാത്രി 3-3:30-4 മണിക്ക് ഇവിടുന്ന് വഞ്ചിയള്ളിപ്പോൾ നമ്മളിത് കാണൂല. ഇത് ഞങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കും. ചിലപ്പോൾ ഇപ്പോൾ പിള്ളേരുടെ ഉള്ളിൽ ഈ വെക്കാൻ നൂലും ഈ മറ്റേ ടാങ്കീസ് എല്ലാം കൂടിയായിട്ട് ഇതിൽ പെടുന്നത് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ അന്നത്തെ പണി പോയി. ഇതൊക്കെ ആയിട്ട് ഇത് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഞങ്ങൾക്കുണ്ട്. മറ്റേ ആമയുടെ പ്രശ്നം കൂടെ ഞങ്ങൾക്കുണ്ട് ബുദ്ധിമുട്ട്. തെങ്ങിന്റെ കൊഴിഞ്ചിലുകളും പ്ലാസ്റ്റിക് വസ്തുക്കളും ടാങ്കീസ് ഉപയോഗിച്ച് ചേർത്ത് കെട്ടി കടലിൽ നിക്ഷേപിച്ച് നടത്തുന്ന കണവപിടുത്തം ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇത് തീരത്തടിഞ്ഞ് കടപ്പുറത്ത് പ്ലാസ്റ്റിക് മാലിന്യം കൂടാനും ഇടയാക്കുന്നു. മറ്റ് ജീവികളുടെ ആവാസ വ്യവസ്ഥയെ തകർക്കുന്ന ഇത്തരം മീൻപിടുത്തങ്ങൾക്ക് നിരോധനമുണ്ടെങ്കിലും പരിശോധനകളൊന്നും നടക്കാറില്ല. ഒലിവ് റീഡ്ലി എന്ന ഇനത്തിൽപ്പെട്ട കടലാമകളാണ് ഈ മേഖലയിൽ കൂടുതലായും കാണുന്നത്. കരയിൽ സുരക്ഷിതമായ സ്ഥലം കണ്ടെത്തി മുട്ടയിട്ട് മടങ്ങുന്ന കടലാമകളുടെ കുഞ്ഞുങ്ങൾക്ക് പലപ്പോഴും മത്സ്യത്തൊഴിലാളികളും നാട്ടുകാരുമാണ് സംരക്ഷകരാകാറുള്ളത്. 50 ദിവസത്തിലധികം എടുത്താണ് മുട്ടകൾ വിരിയുക. കഴിഞ്ഞ ദിവസം കമ്പനിക്കടവിൽ 100ഓളം കുഞ്ഞുങ്ങളാണ് വിരിഞ്ഞിറങ്ങിയത്. ഇതേ സ്ഥലത്ത് തന്നെയാണ് 2 മാസത്തിനിടെ 10ഓളം കടലാമകൾ ചത്ത് കരക്കടിഞ്ഞതും. TCV ന്യൂസ്, കയ്പമംഗലം. വന്യമൃഗങ്ങൾ കാടിറങ്ങുന്നത് തടയാൻ വനത്തിൽ കുളങ്ങൾ നിർമ്മിക്കണമെന്ന് ആവശ്യം. വേനൽ കഠിനമായതോടെ വനമേഖലയിലെ ആനക്കൂട്ടങ്ങൾ ഉൾപ്പെടെ വെള്ളം തേടി ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങുകയാണ്. വനത്തിനകത്ത് കുളങ്ങൾ നിർമ്മിച്ചാൽ ഇത് തടയാനാകുമെന്നാണ് പ്രതീക്ഷ. ഉൾക്കാടുകളിൽ വെള്ളത്തിന്റെ സാന്നിധ്യമുള്ള സ്ഥലം കണ്ടെത്തി കുളങ്ങൾ നിർമ്മിക്കണമെന്നാണ് ആവശ്യം. ചിമ്മിനി മേഖലയിൽ ജലം തേടി വന്യമൃഗങ്ങൾ കാടിറങ്ങുന്നത് തടയാൻ വനത്തിനകത്ത് ഏതാനും ദിവസം മുൻപ് കുളം നിർമ്മിച്ചിരുന്നു. ചിമ്മിനി ഈക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു നിർമ്മാണം. പെരിഞ്ഞനം ബീച്ചിൽ രൂക്ഷമായ കടലേറ്റം. പെരിഞ്ഞനം സമിതി ബീച്ച്, കയ്പമംഗലം, വഞ്ചിപ്പുര തുടങ്ങിയ ഭാഗങ്ങളിലാണ് കടലേറ്റമുള്ളത്. വലിയ തിരകൾ ശക്തമായി കരയിലേക്ക് അടിച്ചു കയറുന്നുണ്ട്. പെരിഞ്ഞനം സമിതി ബീച്ചിൽ കടൽ ഭിത്തിയും കടന്ന് കടൽ വെള്ളം കരയിലേക്ക് കയറിയത് വെള്ളവും മണ്ണും കയറി വരാഹം ഗ്രൂപ്പിന്റെ മത്സ്യബന്ധന വല നശിച്ചിട്ടുണ്ട്. വള്ളവും മറ്റ് മത്സ്യബന്ധന ഉപകരണങ്ങളും നാട്ടുകാർ ചേർന്ന് ദൂരേക്ക് മാറ്റിയതിനാൽ കൂടുതൽ നാശനഷ്ടം ഒഴിവായി. രാവിലെ കമ്പനിക്കടവ് ഭാഗത്ത് കടൽ ചുഴിയും ഉണ്ടായിരുന്നതായി പറയുന്നു. 1 മണിക്ക് മുന്നായിട്ട് വെള്ളക്കയറ്റത്തിൻ്റെ ആരംഭം തുടങ്ങി. പിന്നെ ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. ആളുകളൊക്കെ പണിക്കാരൊക്കെ കിടക്കായിരുന്നു. അപ്പോൾ ഇവിടെ 2-3 ആളുണ്ടായിരുന്നു. അവർ അതിനാളെ വിളിച്ചു കൂട്ടി ഫോണിൽ വിളിച്ചു വരുത്തി അങ്ങനെ എല്ലാവർക്കും കയറ്റൊക്കെ തുടങ്ങിയത്. അവർ മണ്ണൊക്കെ വെച്ച് വലിയ അങ്ങനെ കൂട്ടിയിടി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നേരത്തെ. കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഇന്ന് രാത്രി 11:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കണം. വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കാം. മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും മുന്നറിയിപ്പുണ്ട്.
കേരള കലാമണ്ഡലം ഭരണസമിതിയിൽ നിന്ന് വള്ളത്തോളിന്റെ കുടുംബാംഗം പുറത്ത്. ആദ്യമായാണ് വള്ളത്തോൾ കുടുംബങ്ങളെ അധികൃതർ ഭരണസമിതിയിൽ നിന്ന് ഒഴിവാക്കിയത്. വള്ളത്തോൾ നാരായണമേനോന്റെ കുടുംബാംഗത്തെ പുറത്താക്കി കലാമണ്ഡലം ഭരണസമിതി പുനഃസംഘടിപ്പിച്ചു. 2 ദിവസങ്ങൾക്ക് മുൻപ് അധികാരമേറ്റ ഭരണസമിതിയിൽ വള്ളത്തോളിന്റെ മകന്റെ മകൻ രവീന്ദ്രനാഥൻ വള്ളത്തോളിനെ നിലനിർത്തിയിട്ടില്ല. രവീന്ദ്രനാഥന്റെ അംഗത്വത്തിന് 2024 നവംബർ വരെ കാലാവധി ഉണ്ടായിട്ടും കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിലേക്ക് ഇദ്ദേഹത്തെ ക്ഷണിച്ചില്ല. പ്രത്യക്ഷമായ പ്രതികരണങ്ങൾക്ക് മുതിരുന്നില്ല എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. വള്ളത്തോളിന്റെ മകൾ വാസന്തിയായിരുന്നു ആദ്യം മുതലേ കലാമണ്ഡലം ഭരണസമിതിയിൽ ഉണ്ടായിരുന്നത്. ഇവരുടെ നിര്യാണത്തെ തുടർന്നാണ് രവീന്ദ്രനാഥൻ വള്ളത്തോൾ ഭരണസമിതിയിൽ എത്തിയത്. കലാമണ്ഡലം ഭരണസമിതിയിൽ വള്ളത്തോളിന്റെ ബന്ധുക്കളെ നിയമിക്കണമെന്നുള്ള വിവരണം ഒരു രേഖയിലും ഇല്ലെന്നും തീരുമാനമെടുക്കുന്നത് സർക്കാരാണെന്നും കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ രാജേഷ് കുമാർ പ്രതികരിച്ചു. ഉയർപ്പിന്റെ സ്മരണയിൽ ക്രൈസ്തവ വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷിച്ചു. യേശുക്രിസ്തു കുരിശിലേറി മരണം വരിച്ചതിന്റെ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റതിന്റെ ഓർമ്മ പുതുക്കി ദേവാലയങ്ങളിൽ പ്രത്യേക തിരുക്കർമ്മങ്ങൾ നടന്നു. 50 ദിവസത്തെ നോമ്പാചരണത്തിന്റെ വിശുദ്ധിയിൽ ദേവാലയങ്ങളിൽ പാതിര കുർബാനയും ഉയർപ്പ് തിരുനാൾ തിരുക്കർമ്മങ്ങളും ഉണ്ടായിരുന്നു. യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ദൃശ്യാവിഷ്കാരങ്ങളും ദേവാലയങ്ങളിൽ ഒരുക്കിയിരുന്നു. തിരുനാൾ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ വിശ്വാസികളുടെ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. തൃശൂർ ലൂർദ് കത്തീഡ്രലിൽ നടന്ന പാതിര കുർബാനയ്ക്ക് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തൃശൂർ വ്യാകുലമാത ബസിലിക്കയിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് മാർ ടോണി നീലങ്കാവിലും, കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രലിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിലും, ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രലിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടനും, തൃശൂർ മാർത്തമറിയം വലിയ പള്ളിയിൽ നടന്ന ശുശ്രൂഷകൾക്ക് മാർ ഔഗിൻ കുര്യാക്കോസും മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മണ്ണുത്തി പറവട്ടാനിയിൽ മദ്യലഹരിയിൽ യുവാവ് അയൽവാസിയെ തലക്കടിച്ച് കൊലപ്പെടുത്തി. പറവട്ടാനി സ്വദേശി വെളിയത്ത് വീട്ടിൽ 55 വയസ്സുള്ള ഡേവിസാണ് മരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് പറവട്ടാനി സ്വദേശി ചെറിയത്ത് വീട്ടിൽ ജോമോനെ ഈസ്റ്റ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ശനിയാഴ്ച രാത്രിയിലാണ് സംഭവം. മദ്യപിക്കുന്നതിനിടെയുണ്ടായ തർക്കത്തെ തുടർന്ന് ജോമോൻ ഡേവിസിനെ വടികൊണ്ട് തലക്കടിക്കുകയായിരുന്നു. ഗുരുതര പരിക്കേറ്റ ഡേവിസിനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഗുരുവായൂരിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിലിടിച്ച് 2 പേർക്ക് പരിക്ക്. കാറിലുണ്ടായിരുന്ന കോയമ്പത്തൂർ സ്വദേശിനി സരസ്വതി, കാൽനട യാത്രക്കാരിയായ ഇരിങ്ങപ്പുറം ശ്രീകൃഷ്ണ ഭവനിൽ ദീപ എന്നിവർക്കാണ് പരിക്കേറ്റത്. തൈക്കാട് പെട്രോൾ പമ്പിന് സമീപത്തായിരുന്നു അപകടം. കോയമ്പത്തൂരിൽ നിന്ന് ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് വരികയായിരുന്ന സംഘം സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. പെട്രോൾ തീർന്നതിനെ തുടർന്ന് ബൈക്ക് തള്ളി പോവുകയായിരുന്ന ഭർത്താവിന് പുറകിൽ നടന്നു വരികയായിരുന്നു ദീപ. ഈ സമയം നിയന്ത്രണം വിട്ട കാർ ദീപയെ ഇടിച്ചു തെറിപ്പിച്ച് വൈദ്യുതി പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു. തലയ്ക്ക് പരിക്കേറ്റ സരസ്വതിയെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ ASIയെ മാനസികമായി പീഡിപ്പിക്കുന്നതായി ആക്ഷേപം. തർക്കത്തിനിടെ ASI സ്റ്റേഷനുള്ളിൽ തലകറങ്ങി വീണു. ASI MK അസീസിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിവരം തിരക്കി ചെന്ന ASIയുടെ മകനെ SI പ്രവീൺ അധിക്ഷേപിച്ചു വിട്ടതായും ആരോപണമുണ്ട്. ഞായറാഴ്ച രാവിലെയാണ് സംഭവം. അസീസ് തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുകയാണ്. അസീസിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതറിഞ്ഞ് സ്റ്റേഷനിലേക്ക് അന്വേഷിച്ചു ചെന്ന അസീസിന്റെ മകനോട് നിന്റെ വാപ്പ പോലീസ് ജോലി ചെയ്യാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ് SI അധിക്ഷേപിച്ചതായി അസീസിന്റെ കുടുംബം പറഞ്ഞു. SIയുടെ പീഡനത്തിനെതിരെയും മകന് നേരെ നടന്ന അധിക്ഷേപത്തിനെതിരെയും SP അടക്കമുള്ളവർക്ക് പരാതി നൽകുമെന്ന് കുടുംബം പറഞ്ഞു. കുടുംബി സമുദായത്തിന്റെ ചരിത്ര പ്രാധാന്യമുള്ള ഗുരുതിക്കുളി കൊടുങ്ങല്ലൂരിൽ നടന്നു. കുരുമ്പാമ്മയുടെ നടയിൽ രാവിലെ ദീപാരാധനയെ തുടർന്ന് ചേന്തംകുളം പരിസരത്തുള്ള സമുദായ സ്ഥലത്ത് താലം പൂജയ്ക്ക് ശേഷം കാവടി വാദ്യമേളങ്ങളോടെ ആരംഭിച്ച പട്ടെഴുന്നള്ളിപ്പ് കുരുമ്പാമ്മ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നു. ഗോവയിൽ നിന്ന് കടൽമാർഗം വഞ്ചിയിൽ പലായനം ചെയ്ത് കൊടുങ്ങല്ലൂരമ്മയിൽ അഭയം തേടിയതിന്റെ ഓർമ്മ പുതുക്കലെന്നോണം കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ നിന്ന് വഞ്ചിയെ താളമേളത്തോടെ എതിരേറ്റ് കുരുമ്പാമ്മയുടെ സന്നിധിയിലെത്തിച്ചു. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം വഞ്ചിയിൽ ചുണ്ണാമ്പ്, മഞ്ഞൾ എന്നിവ കലക്കി ഗുരുതിക്കുളി എന്ന മഞ്ഞക്കുളിക്ക് ശേഷം ക്ഷേത്രത്തിലെ സമുദായത്തിന്റെ തനത് വഴിപാടായ തണ്ണീരാമൃതം സ്വീകരിച്ച് ചടങ്ങുകൾ അവസാനിച്ചു. KK അജിത് കുമാർ, VP പ്രജിത്ത്, KM ദിലീപ് കുമാർ, രേഷ്മ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ മീനഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്ര ഉപദേശക സമിതിയും ഭരണി അന്നദാന യജ്ഞ സമിതിയും സംയുക്തമായി നടത്തുന്ന അന്നദാന യജ്ഞത്തിന്റെ പന്തൽ കാൽനാട്ട് കർമ്മം നടന്നു.
മഠം രവീന്ദ്രനാഥൻ അടികൾ കാൽനാട്ടുകർമ്മം നിർവഹിച്ചു. ഉപദേശക സമിതി ഭാരവാഹികളായ എ. വിജയൻ, കെ. വി. മുരളീധരൻ, അന്നദാന യജ്ഞസമിതി ഭാരവാഹികളായ പ്രൊഫസർ നാരായണൻകുട്ടി മേനോൻ, മേജർ ജനറൽ വിവേകാനന്ദൻ, ദേവസ്വം മാനേജർ വിനോദ് കുമാർ എന്നിവർ പങ്കെടുത്തു. ഏപ്രിൽ 7 മുതൽ 9 വരെയാണ് തെക്കേനടയിൽ പ്രത്യേകം തയ്യാറാക്കുന്ന വേദിയിൽ അന്നദാനം നടത്തുന്നത്. അമ്മേ ലക്ഷ്മി നാരായണ ദേവി നാരായണ 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 ദേവി നാരായണ ലക്ഷ്മി. ഒരു വർഷത്തിനു ശേഷം കണ്ടുമുട്ടിയപ്പോൾ സൗഹൃദം പങ്കിട്ട് പിടിയാനകൾ. പള്ളിക്ക് ബസാർ മൂട്ടി എന്ന ആനയും ശ്രീലക്ഷ്മി സാവിത്രിയും ഏറെക്കാലം ഒരേ ഉടമയുടെ കീഴിലായിരുന്നു. ശ്രീലക്ഷ്മി സാവിത്രി പിന്നീട് പൂതൃക്കോവിൽ ക്ഷേത്രത്തിന്റേതായി. ഓരോ വർഷവും അരിയന്നൂർ ഹരികന്യക ക്ഷേത്രത്തിൽ ഈ ആനകളെ എഴുന്നള്ളിക്കാൻ എത്തിക്കാറുണ്ട്. പിടിയാനകളെ മാത്രമേ ഈ ക്ഷേത്രത്തിൽ എഴുന്നള്ളിക്കാറുള്ളൂ. ഒരു വർഷത്തിന് ശേഷം വീണ്ടും ഈ പിടിയാനകൾ കണ്ടുമുട്ടിയപ്പോൾ ആനകൾക്കിടയിൽ ഓർത്തിരിക്കുന്ന സൗഹൃദമുണ്ട് എന്നതിന് നേർസാക്ഷ്യമായി മാറി. ജയിലിൽ വിചാരണ നേരിടുന്ന സദാം ഹുസൈൻ, കേണൽ പദവി ലഭിച്ച മോഹൻലാൽ, യേശുദേവന്റെ അന്ത്യ അത്താഴം, ചായപ്പൻകുഴിയിലെ ലിജു യേശുദാസ് മരത്തടിയിൽ സൃഷ്ടിച്ച രൂപങ്ങൾ ഏറെ മനോഹരമാണ്. മൃഗങ്ങൾ, പക്ഷികൾ, വിശുദ്ധന്മാർ, അങ്ങനെ നീളുന്നു ഈ 50-കാരൻ ശില്പിയുടെ കരവിരുതുകൾ. ചായപ്പൻകുഴി പീലാർമൊഴിയിലെ കുന്നിൻപുറത്തെ കൊച്ചു വീടിനരികിൽ കെട്ടിപ്പൊക്കിയ ഏറുമാടത്തിലെ ഏകാന്തതയാണ് ഈ സൃഷ്ടികൾ. ഒല്ലൂർ എടക്കുന്നിയിലെ ആദ്യ വീട്ടിലിരുന്ന് നിർമ്മിച്ചവയാണ് ഏറെ കലാവിസ്മയങ്ങളും. 2 വർഷം മുൻപായിരുന്നു ലിജു ചായപ്പൻകുഴി പീലാർമൊഴിയിലെത്തിയത്. 30 വർഷമായി തുടരുന്ന മരത്തടിയിലെ കലാവിരുതുകൾക്ക് ജീവൻ തുടിക്കുന്ന ചാരുതയാണുള്ളത്. ശിഷ്യന്മാരോടൊപ്പം യേശുക്രിസ്തു അന്ത്യ അത്താഴം കഴിക്കുന്ന രംഗം കുമിൾ മരത്തിലാണ് തീർത്തത്. യേശുദേവനും സംഘവും ഭക്ഷിക്കുന്ന പാത്രങ്ങളും മേശയുടെ കാലുകളടക്കം എല്ലാ സാമഗ്രികളും വ്യക്തമാക്കുന്ന ഈ രംഗം പൂർത്തീകരിക്കാൻ മാസങ്ങളെടുത്തു. 7 അടി നീളവും 20 ഇഞ്ച് വീതിയുമുള്ള 2.5 ഇഞ്ച് കനം വരുന്നതാണ് രൂപം. ആവശ്യക്കാർക്ക് രൂപങ്ങൾ ഇദ്ദേഹം നിർമ്മിച്ചു നൽകും. 100ഓളം ശിഷ്യന്മാരുണ്ടായിരുന്നെങ്കിലും നോട്ട് നിരോധനവും GSTയും ഈ മേഖലയെ കരിനിഴൽ വീഴ്ത്തിയതായി ലിജു പറയുന്നു. ഒടുവിലത്തെ അത്താഴം കൂടാതെ കേണൽ മോഹൻലാൽ, സദാം ഹുസൈൻ, ഒരുപാട് പ്രമുഖരായിട്ടുള്ള കുറേ പേരുണ്ട് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവസാനമായിട്ട് ചെയ്ത ഒടുവിലത്തെ അത്താഴമാണ്. നല്ല രീതിയിൽ അതിനെ ഡീപ്പോട് കൂടിയിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ചായപ്പൻകുഴി പള്ളിയോട് ചേർന്നാണ് നമ്മുടെ ഫാമും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിനോട് ചേർന്ന് തന്നെയാണ് എൻ്റെ വർക്ക്ഷോപ്പും പണികളൊക്കെ. മക്കളും അമ്മ, വൈഫ്, മക്കളൊക്കെ തന്നെ വലിയ സപ്പോർട്ടാണ്. അവർ മറ്റുള്ള ജോലികൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ എന്തൊക്കെ തിരക്കുണ്ടെങ്കിൽ തന്നെ ഫാമിൻ്റെ തിരക്കിൻ്റെ ഒഴിവിലൊക്കെ ഇതിരുന്ന് വർക്ക് ചെയ്യാൻ എനിക്ക് വലിയൊരു സപ്പോർട്ട് തരുന്നുണ്ട്. 60 സെന്റ് പുരയിടത്തിൽ കോഴി ഫാമും പച്ചക്കറി കൃഷിയും നടത്താൻ ലിജുവിനൊപ്പം ഭാര്യ ലിജിയും അമ്മ റോസി പൗലോസും സഹായത്തിനുണ്ട്. TCV ന്യൂസ്, ചാലക്കുടി. ഈസ്റ്ററിനോടനുബന്ധിച്ച് ഗ്ലോറിയ ഫെലോഷിപ്പ് സംഘടിപ്പിച്ച ക്രൂസിന്റെ വഴിയിൽ എന്ന റോഡ് ഷോ ശ്രദ്ധേയമായി. യേശുവിന്റെ ജീവിതവും പീഡാനുഭവങ്ങളും കുരിശുമരണവും തുടർന്നുള്ള ഉയർത്തെഴുന്നേൽപ്പും ഉൾപ്പെടുത്തിയ ദൃശ്യാവിഷ്കാരമാണ് തൃശൂരിലെ വിശ്വാസി കൂട്ടായ്മയായ ഗ്ലോറിയ ഫെലോഷിപ്പ് റോഡ് ഷോയിലൂടെ അവതരിപ്പിച്ചത്. തുറന്ന വാഹനത്തിൽ ഒരുക്കിയ വേദിയിൽ 15 കലാകാരന്മാർ ചേർന്നാണ് യേശുവിന്റെ ജീവിതം അഭിനയിച്ചത്. പെസഹ വ്യാഴാഴ്ച ആരംഭിച്ച റോഡ് ഷോ ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിലായി 20 ഇടങ്ങളിലാണ് അവതരിപ്പിച്ചത്. തുടർന്ന് തൃശൂരിൽ സമാപിച്ചു. തോമസ് ജോണാണ് ദൃശ്യാവിഷ്കാരത്തിൽ രചന നിർവഹിച്ചത്. കൂട്ടായ്മ ചെയർമാൻ AC ജോസ്, ടോണി ചെവൂക്കാരൻ, റോയ് പാപ്പച്ചൻ, ഡെജി പി ജോസ്, PD പൗലോസ്, ജെസി അറക്കൽ എന്നിവരാണ് മറ്റ് അണിയറ ശില്പികൾ. മരണത്തെയും പാതാളത്തെയും പരാജയപ്പെടുത്തി യേശു ഉയർത്തെഴുന്നേറ്റു. പാലയൂർ സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിൽ ഉയർപ്പ് തിരുനാൾ ഭക്തിപൂർവ്വം ആഘോഷിച്ചു. മാർ തോമസ് ലിഹ പാലയൂരിൽ വന്നിറങ്ങിയ ബോട്ടുകുളത്തിനരികെ ആരംഭിച്ച തിരുകർമ്മങ്ങൾക്കും ആഘോഷമായ ദിവ്യബലിക്കും തീർത്ഥകേന്ദ്രം ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ ഡെറിൻ അരിമ്പൂർ ഉയർപ്പ് സന്ദേശം നൽകി. 50 നോമ്പിന്റെ സമാപനം കുറിച്ചുകൊണ്ട് എത്തിച്ചേർന്ന എല്ലാവർക്കും സ്നേഹവിരുന്നും ഒരുക്കിയിരുന്നു. ഇടവക ട്രസ്റ്റിമാരായ CM ബാബു, പോൾ KJ, സന്തോഷ് TJ, ജോഫി ജോസഫ്, തോമസ് വാഗേൽ തുടങ്ങിയവർ നേതൃത്വം നൽകി.
പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ ഈസ്റ്റർ ആചരിച്ചു. തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി തിരുകർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ബ്രദർ ബ്രിൽവിൻ ഒലക്കെങ്കിൽ ഈസ്റ്റർ ദിന സന്ദേശം പങ്കുവച്ചു. സഹവികാരിമാരായ ഫാദർ മിഥുൻ ചുങ്കത്ത്, ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ എന്നിവർ സഹകാർമ്മികരായിരുന്നു. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിൽ ഈസ്റ്റർ തിരുകർമ്മങ്ങൾക്ക് ഫാദർ ജോഷി ആളൂർ, ഫാദർ പ്രകാശ് പുത്തൂർ എന്നിവർ കാർമ്മികത്വം വഹിച്ചു. യേശുദേവന്റെ തിരുരൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം, CLC അംഗങ്ങൾ ഒരുക്കിയ നൃത്തം എന്നിവയും നടന്നു. കൈക്കാരന്മാരായ CK ജോർജ്, KP ഫ്രിൻഡോ, ബിജോയ് ജോസ്, MP ഫ്രാൻസിസ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം വഹിച്ചു. ഗുരുവായൂർ കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് ദേവാലയത്തിൽ ഉയർപ്പ് തിരുനാൾ ആഘോഷിച്ചു. ദിവ്യബലിക്ക് വികാരി ഫാദർ ഷാജി കൊച്ചുപുരയ്ക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അസിസ്റ്റന്റ് വികാരി എഡ്വിൻ ഐനിക്കൽ സഹകാർമ്മികനായി. ഡീക്കൻ ഷെബിൻ സന്ദേശം നൽകി. ട്രസ്റ്റിമാരായ ജാക്സൺ നീലങ്കാവിൽ, ഡെയ്സൺ പഴുനാന, MF വിൻസെന്റ്, ലിൻഡോ ചാക്കോ എന്നിവർ നേതൃത്വം നൽകി. ഈസ്റ്റർ ദിനത്തിൽ പതിവ് മുടക്കാതെ ഇത്തവണയും തങ്ങളെ കാത്തിരിക്കുന്ന അന്തേവാസികൾക്ക് ഉച്ചഭക്ഷണവുമായി ഉല്ലൂർ KCYM വനിതാ വിഭാഗം. വിവിധ അനാഥ മന്ദിരങ്ങളിലായി 900 പേർക്ക് KCYM വനിതാ വിഭാഗം പ്രവർത്തകർ ബിരിയാണി എത്തിച്ചു നൽകി. ഉല്ലൂർ ഫൊറോന വികാരി ഫാദർ ആന്റണി ചുറ്റിലപ്പള്ളി ഭക്ഷണം ആശീർവദിച്ചു. വെൺമേനാട് മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 3 ആഴ്ചയായി തുടരുന്ന ടാങ്കർ ലോറി വഴിയുള്ള കുടിവെള്ള വിതരണം തീരദേശ മേഖലയിലെ ജനങ്ങൾക്ക് അനുഗ്രഹമായി. പാവറട്ടി പഞ്ചായത്തിലെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന മുനക്കക്കടവ്, കോന്നൻ ബസാർ, കെട്ടുങ്ങൽ, പള്ളത്തുപറമ്പ് എന്നീ ഏരിയകളിലാണ് കുടിവെള്ളം വിതരണം നടത്തിവരുന്നത്. മഹല്ല് ക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നടപ്പിലാക്കുന്നുണ്ട്. എരുമപ്പെട്ടി കുന്നത്തേരി താണിക്കൽ ഐപ്പുണ്ണി കിണർ കുഴിക്കാൻ തുടങ്ങിയിട്ട് 60 വർഷം. വിവിധ ജില്ലകളിലായി ഇതിനോടകം ഐപ്പുണ്ണി കുഴിച്ചത് 600 കിണറുകൾ. താണിക്കൽ വീട്ടിൽ ഐപ്പുണ്ണിക്കിപ്പോൾ വയസ്സ് 77. ഈ പ്രായത്തിലും കിണർ കുഴിക്കാൻ ഐപ്പുണ്ണി തന്നെ വേണമെന്ന ആവശ്യക്കാർ ശഠിക്കുന്നതിന് ഒരു കാരണമുണ്ട്. നീരുറവകൾ കണ്ടെത്തുവാനുള്ള കൈപുണ്യവും കരവിരുതുകൊണ്ട് കിണറുകൾക്ക് ലഭിക്കുന്ന ഭംഗിയുമാണ് ഐപ്പുണ്ണിയെ തേടി ആവശ്യക്കാർ എത്തുന്നതിന് ഇടയാക്കുന്നത്. 17 വയസ്സിൽ എൻ്റെ വീട്ടിൽ ഞാൻ മണ്ണ് നിറക്കിറങ്ങിയതാ അപ്പൻ്റെ കൂടെ. അപ്പോൾ ഞാൻ അന്ന് തന്നെ 1 മണിക്കൂറിനുള്ളിൽ ഞാൻ പുതിയ വളരെ വെച്ചിട്ട് കിണർ ഊറ്റി തുടങ്ങി. നല്ല കാലത്തൊക്കെ ഞാൻ 3000, 4000, 5000 പണിതായിരുന്നു ഒരു ദിവസം. 1.5 കോല് ഒക്കെ ഞാൻ ഒരു ദിവസം കുത്തു. ഇത് ഈ പ്രാവശ്യം 3 ദിവസമായിട്ട് 1.5 കോല് കുത്താൻ പറ്റിയ പ്രായം കൂടിയ കാരണേ. 17ാമത്തെ വയസ്സിലാണ് അപ്പൻ്റെ സഹായിയായി എത്തി കിണർ കുഴിക്കുന്ന തൊഴിലിലേക്ക് പ്രവേശിക്കുന്നത്. 6 പതിറ്റാണ്ട് പിന്നിടുമ്പോഴും പ്രായത്തിന്റെ അവശതകളെ മറികടന്ന് തന്റെ പാരമ്പര്യ തൊഴിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഐപ്പുണ്ണി. ഈ മേഖലയിൽ ഒരുപാട് ശിഷ്യരുണ്ട് ഐപ്പുണ്ണിക്ക്. ആൻഡു, രാഹുൽ, റസിയ, സരോജിനി എന്നിവരാണ് ഇപ്പോഴത്തെ സഹായികൾ. മികച്ച നെൽകർഷകൻ കൂടിയായ ഐപ്പുണ്ണി നീരുറവകൾ തേടിയുള്ള യാത്ര തുടരുകയാണ്. TCV എരുമപ്പെട്ടി. ഓൾ ഇന്ത്യ വീരശൈവ മഹാസഭ ജില്ലാ വനിതാ സമാജത്തിന്റെ നേതൃത്വത്തിൽ അക്കമ്മ മഹാദേവി മഹാമാമാങ്ക സമ്മേളനം തൃശൂരിൽ സംഘടിപ്പിച്ചു. പ്രൊഫസർ E. സന്ധ്യ ഉദ്ഘാടനം ചെയ്തു. വനിതാ സമാജം ജില്ലാ പ്രസിഡന്റ് സുമ മോഹനൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി സ്മിത പ്രസിഡന്റ് EK മണി തുടങ്ങിയവർ സംസാരിച്ചു. വോട്ട് ചെയ്യൂ VIP ആകൂ ക്യാമ്പയിന്റെ ഭാഗമായി വിളക്കാട്ടുപാടം ദേവസൂര്യ കലാവേദിയിലെ യുവാക്കളുടെ നേതൃത്വത്തിൽ സൈക്കിൾ റാലി നടത്തി. തൃശൂർ നെഹ്റു യുവകേന്ദ്രയുടെ സഹകരണത്തോടെയാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. ബാലസാഹിത്യകാരൻ റാഫി നീലങ്കാവിൽ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. ദേവസൂര്യ ട്രഷറർ റജി വിളക്കാട്ടുപാടം അധ്യക്ഷനായി. ദേവസൂര്യ ജോയിന്റ് സെക്രട്ടറി ഗ്രീഷ്മ സുനിൽ, അനുപമ BR എന്നിവർ സംസാരിച്ചു. കലാവേദി ഇന്ന് ബ്രെയിൻ സ്ട്രോക്ക് വന്ന് കോമയിൽ കഴിയുന്ന യുവാവ് ചികിത്സാ സഹായം തേടുന്നു. എരുമപ്പെട്ടി പഞ്ചായത്ത് 8ാം വാർഡ് കുണ്ടന്നൂർ വെള്ളക്കുന്ന് കോളനിയിൽ ചീരാത്ത് വീട്ടിൽ 48 വയസ്സുള്ള സുരേഷാണ് ചികിത്സാ സഹായം തേടുന്നത്. ബ്രെയിൻ സ്ട്രോക്കിനെ തുടർന്ന് തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ കോമ അവസ്ഥയിൽ ചികിത്സയിൽ കഴിയുകയാണിപ്പോൾ. നിർധന കുടുംബാംഗവും കൂലിത്തൊഴിലാളിയുമായ സുരേഷിന് ഭാര്യയും വിദ്യാർത്ഥികളായ 2 മക്കളുമാണുള്ളത്. ചികിത്സയ്ക്കായി വേണ്ടിവരുന്ന ഭീമമായ തുക സ്വരൂപിക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റ്
എസ് ബസന്ത്ലാൽ, ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ എന്നിവർ രക്ഷാധികാരികളായും വാർഡംഗം PM സജി ചെയർമാനായും ചന്ദ്രപ്രകാശ് ഇടമന കൺവീനറായും CS സജീഷ് ട്രഷററായും ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. എന്തായാലും ആ കുടുംബത്തിന് വേണ്ട സഹായം ഈ പ്രദേശത്തെ, പ്രത്യേകിച്ച് എരുമപ്പെട്ടി പഞ്ചായത്തിലെ പ്രദേശത്തെ മുഴുവൻ ആളുകളുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവുകയും അദ്ദേഹത്തിന് സാമ്പത്തികമായ ഒരു വലിയൊരു ബാധ്യത ആ കുടുംബത്തിൽ വരുന്നു എന്നുള്ളതുകൊണ്ട് ആളുകളുടെയും ഈ പാവപ്പെട്ട ഈ കുടുംബത്തിന് ഇവരുടെ ദയനീയത മനസ്സിലാക്കി ഇവരെ സാമ്പത്തികമായി സഹായിക്കുകയാണെങ്കിൽ ഒരു ജീവൻ രക്ഷിക്കാൻ കഴിയും. ആ ജീവൻ രക്ഷിക്കുന്നതോടൊപ്പം ആ കുടുംബത്തിനെയും കൂടി രക്ഷിക്കാൻ കഴിയും. ഒരു പൈസ കൂടുതൽ ചെലവ് വരുന്ന ഒരു ചികിത്സക്ക് അദ്ദേഹത്തിന്റെ വീടിന് അതിനുള്ള സാമ്പത്തികം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നാട്ടുകാരും അതേപോലെ സഹായം ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും കണ്ടുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ നമുക്കെല്ലാവർക്കും കൂട്ടമായി പ്രവർത്തിക്കണം. നിർധന കുടുംബത്തിന്റെ ഏക ആശ്രയമായ സുരേഷിനെ സഹായിക്കാൻ താല്പര്യമുള്ളവർ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഏങ്കക്കാട് ബ്രാഞ്ചിലെ 0915053000000505 എന്ന നമ്പറിലോ 6238396170 എന്ന നമ്പറിൽ ഗൂഗിൾ പേ വഴിയോ സഹായം അയക്കാവുന്നതാണ്. TCV ന്യൂസ് എരുമപ്പെട്ടി. വീണ്ടും പ്രധാന വാർത്തകൾ. കടലാമകൾ വ്യാപകമായി ചത്തടിയുന്നു. കയ്പമംഗലം കമ്പനിക്കടവ് ബീച്ചിൽ 2 മാസത്തിനിടെ ചത്തടിഞ്ഞത് 10ഓളം കടലാമകൾ. മനുഷ്യരുടെ ഇടപെടലുകളും കാലാവസ്ഥാ വ്യതിയാനവും കടലാമകൾക്ക് വിനയാകുന്നു. വേനൽ കഠിനമായതോടെ വന്യമൃഗങ്ങൾ വെള്ളം തേടി ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങുന്നു. വന്യമൃഗങ്ങൾ കാടിറങ്ങുന്നത് തടയാൻ ഉൾവനത്തിൽ കുളങ്ങൾ നിർമ്മിക്കണമെന്ന് ആവശ്യം. പെരിഞ്ഞനം ബീച്ചിൽ രൂക്ഷമായ കടലേറ്റം. കടൽ ഭിത്തിയും കടന്ന് കടൽ വെള്ളം കരയിലേക്ക് ഇടിച്ചുകയറി. പ്രദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. കേരള കലാമണ്ഡലം ഭരണസമിതിയിൽ നിന്ന് വള്ളത്തോളിന്റെ കുടുംബാംഗം പുറത്ത്. വള്ളത്തോൾ കുടുംബാംഗത്തെ ഭരണസമിതിയിൽ നിന്ന് ഒഴിവാക്കുന്നത് ആദ്യമായി. ഭരണസമിതിയിൽ വള്ളത്തോളിന്റെ ബന്ധുക്കളെ നിയമിക്കണമെന്ന് നിബന്ധനയില്ലെന്ന് കലാമണ്ഡലം രജിസ്ട്രാർ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.